ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെമ്മീൻ ചെമ്മീൻ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. അതിനായി 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി മുകളിലത്തെ അഴുക്കെല്ലാം കളഞ്ഞ് 5-6 വെള്ളത്തിൽ കല്ലുപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തലയും തോടും എല്ലാം കളഞ്ഞു കഴിഞ്ഞ് ചിലപ്പോൾ 400 ഗ്രാമൊക്കെ കാണും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, നാരങ്ങ അല്ലെങ്കിൽ വിനാഗിരി 1 ടീസ്പൂൺ ചേർക്കണം. എൻ്റെ നാരങ്ങ തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ ഈ വിനാഗിരിയാണ് ചേർക്കുന്നത്. ഇത് 1 ടീസ്പൂൺ ചേർക്കാം. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കും. ചെമ്മീൻ കുഞ്ഞുള്ളി വരട്ടിയതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാം കൂടെ മിക്സ് മാരിനേറ്റ് ചെയ്ത് നമുക്ക് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഈ ചെമ്മീൻ വരട്ടിയതിന് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ: ഒരു 20 കുഞ്ഞുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 3 പച്ചമുളകും അതോടൊപ്പം ചതച്ചത്, പിന്നെ 1 കുടം വെളുത്തുള്ളി അരി ചതച്ചത്, ഒരു മീഡിയം തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1 തണ്ട് കറിവേപ്പില, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി, മറ്റു മസാലപ്പൊടികളൊക്കെ നമ്മൾ കൊഞ്ചിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചെമ്മീനിലേക്ക് മസാല പിടിച്ച് 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. കടായി അത് ചൂടാകട്ടെ. അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കൊഞ്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ, ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ഓരോന്നായി പെറുക്കിയിടാം. ഒരു 4-5 മിനിറ്റ് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ആയാൽ മതി. ചെമ്മീൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടാണ്, ഇനി നമുക്ക് തിരിച്ചിടാം. ചെമ്മീനെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിം ആക്കാം. 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം.
അതേ എണ്ണയിൽ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകും പെരുംജീരകത്തിൻ്റെ പൊടിയും ചേർക്കണം, അത് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചാൽ തന്നെ ഒരു കറിവേപ്പിലയും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ചെമ്മീൻ വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇത് മസാല ഉണ്ടാക്കുന്നത്. പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. അപ്പോൾ നമുക്ക് കുഞ്ഞുള്ളി ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി കൂടെ ചേർക്കാം. അതും ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി. മൂത്ത കുഞ്ഞുള്ളിയിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ലോ ഫ്ലെയിം ആക്കിയ ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു നിറത്തിന്, 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. പച്ചമണം മാറുന്നവരെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. കുറേ നേരമായിട്ട് വഴറ്റുന്നുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യും. അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ചെമ്മീൻ ചേർക്കുന്ന വീഡിയോ ഓഫായിപ്പോയി. ലാസ്റ്റ് നമുക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തിള വന്ന ശേഷം വരട്ടിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം.
1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. രണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് നമുക്ക് അടപ്പൊന്ന് തുറക്കാം. ഇപ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ലാസ്റ്റ് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ചെമ്മീൻ വഴറ്റിയത് റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ചോറിൻ്റെയും ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. അത് തന്നെ അടപ്പൊന്ന് തുറക്കാം.